എല്ലോർക്കും വണക്കം. ഇന്ത്യൻ 2 ഇന്ന് റിലീസായിരിക്കുകയാണ്. 1996 ഇറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമയുടെ ഒന്നാം ഭാഗത്തിന്റെ അടുത്ത അധ്യായം 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. ഒന്നാം ഭാഗം തികച്ചും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ ഇന്നും ഇന്ത്യൻ ഒന്നാം ഭാഗത്തിന്റെ കട്ട ഫാനാണ്. ഞാൻ 6 വയസ്സിൽ കണ്ട സിനിമ AR റഹ്മാനും ശങ്കറും കമലഹാസനും തീർത്ത ഒരു മഹാത്ഭുതം തന്നെയാണ് ഇന്നും എനിക്ക്. അതിലെ പാട്ടുകൾ ഇന്നും എന്റെ പ്ലേലിസ്റ്റിലുണ്ട്. ഞാൻ സിനിമയെ പറ്റി ഇടയ്ക്കിടെ ഓർക്കാറുണ്ട്. ഇന്നും അതിലെ ഒരുപാട് സിനിമ രംഗങ്ങൾ എന്റെ മനസ്സിലൂടെ പോകാറുണ്ട്. ഞാൻ ഇന്നലെയും ആ സിനിമ എത്രയോ തവണയ്ക്ക് ശേഷം വീണ്ടും ഇന്നലെ കണ്ടു. ഇന്നത്തെ സിനിമയുടെ തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അപ്പോ ഇന്നത്തെ സിനിമ ഞാൻ വളരെ വെയിറ്റ് ചെയ്തതാണ്. ട്രെയിലർ എന്നെ അധികം ഇംപ്രസ് ചെയ്തില്ല. പക്ഷേ ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ ടീം വന്ന ഓഡിയോ ലോഞ്ചിലും പ്രൈസ് മീറ്റിലും ഇന്റർവ്യൂവിലും ഒക്കെ ഇന്ത്യൻ 2ന്റെ ടീം വന്ന് മാരകമായ തള്ളുകൾ തള്ളി. നമ്മൾ കമലഹാസനായാലും ശങ്കറായാലും വലിയ പ്രതീക്ഷകൾ തന്നു. ഇതൊക്കെ കേട്ട് ഞാനും ഒരു പരിധിവരെ ഇംപ്രസ് ആയിരുന്നു. ഞാനും ഒരുപാട് പ്രതീക്ഷയില്ലാതിരുന്ന ഞാൻ പ്രതീക്ഷിച്ചു പോയി. എന്തോ അതിൻ്റെ അകത്തുണ്ട്, ഇവരെല്ലാം ഇങ്ങനെ പറയുകയല്ലേ, എന്തോ കാണും എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ കണ്ടു. എനിക്ക് പൂർണ്ണമായി ഒരു നിരാശ നൽകിയ ഒരു സിനിമ അനുഭവമാണ് ഇന്ത്യൻ 2. ഞാൻ എന്ത് പ്രതീക്ഷയോ അതൊന്നും എൻ്റെ അകത്തില്ല. അതൊരു സിനിമ എന്ന് പോലും, ഒരു പൂർണ്ണതയുള്ള സിനിമയാണെന്ന് പോലും 2024 നമ്മൾ കാണുന്നത്. ആ 2024 ഉചിതമായ ഒരു സിനിമയാണ് ആ കാണുന്നതെന്ന് എനിക്ക് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ കാലഘട്ടത്ത് എനിക്ക് ഒട്ടും തൃപ്തി തരാത്ത ഒരു സിനിമ അനുഭവമായിരുന്നു. എല്ലാ തരത്തിലും ബഡ്ജറ്റ് ഉണ്ട്, ഭയങ്കരമായ മേക്കിംഗ് ആണ്. വിഷ്വൽസിലും മേക്കിങ്ങിലും ഒന്നും ശങ്കർ യാതൊരു കോംപ്രമൈസും എപ്പോഴത്തെ പോലെയും വരുത്തിയിട്ടില്ല. അതിൽ എല്ലാം ശങ്കർ ഇന്ന് മികച്ചു നിൽക്കുന്നു. ചെറിയ രീതിയിൽ ചെയ്യേണ്ടതിനെ പോലും വലിയ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. കാണാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, സിനിമ റൈറ്റിംഗ് സെക്ഷൻ വളരെ വീക്കാണ്. സ്ക്രിപ്റ്റ് മോശമാണ്. കഥ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും പ്രത്യേകിച്ചില്ല. ഞാൻ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഒന്നാം ഭാഗത്തിൽ നിന്നും എങ്ങനെ ഈ വ്യക്തി ആ പഴയ സിനിമയിൽ 96 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ വൃത്തനായ ഈ വ്യക്തി അതിലെ എഴിച്ചു നടക്കാൻ വയ്യാത്ത ഒരു പാവപ്പെട്ട വൃത്തനാണ്. ഇപ്പോ 28 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്തായാലും ഒരു 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കും. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വയസ്സായ വ്യക്തി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല ഇതിലെ ഇന്ത്യൻ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ വിചാരിച്ചു ഇനി വേറെ വല്ലവരും ഇന്ത്യനായി വരുന്നതിന് പുള്ളിക്കാരന്റെ മകൻ ഇന്ത്യനായി മരിച്ചുപോയി എന്ന് കരുതിയ മകൻ ഇന്ത്യനായി വരുന്നതാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു. അതെന്റെ തെറ്റ് ഒന്നുമല്ല. തായ്വാനിലെ തൈപ്പയിൽ ഒളിച്ചു താമസിക്കുന്ന തൈക്കളവനായ നമ്മളെ വീണ്ടും ഇന്ത്യയിൽ തിരിച്ചു വന്ന് മുമ്പത്തെ പോലെ കറപ്ഷനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ്. മുമ്പ് പ്രവർത്തിച്ചിരുന്ന പോലെയൊന്നുമല്ല. മുമ്പ് 1-2 പേരെ കണ്ണിൽ കാണുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള 1-2 ഒഫീഷ്യൽസിനെ രഹസ്യമായി കൊല ചെയ്യുകയും ഒളിവിൽ പാർക്കുകയും പോലീസിനെ കണ്ടാൽ ഓടി മറയുകയും ചെയ്യുന്ന ഒരു പാവപ്പെട്ട വൃത്തന്റെ കഥയാണ് നമ്മൾ 96 കണ്ടതെങ്കിൽ ഇപ്പൊ കാണുന്നത് അങ്ങനെയല്ല. ഇപ്പോ കാണുന്ന പുള്ളിക്കാരൻ നമ്മളെ കേരളം ഒന്നും കാണിക്കുന്നില്ല അധികം. നമ്മളെ ഇന്ത്യയുടെ താഴെ മുതൽ മോളറ്റം എന്നല്ല, എല്ലാ സ്റ്റേറ്റിലും പൂന്ത് വിളയാടുന്ന ഒരു 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അപ്പൂപ്പനെയാണ്, ഇന്ത്യൻ താത്തയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ താത്തയുടെ പോരെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇന്ത്യൻ താത്ത ഒരു ദിവസം ആന്ധ്രയിൽ മുങ്ങിയാൽ കണ്ടാൽ അടുത്ത ദിവസം കാണുന്ന ഗുജറാത്തിലാണ്, അടുത്ത് ഒഡീഷയിലാണ്, കാശ്മീരിൽ പോകുന്നു, എവിടെയൊക്കെയോ പോകുന്നു ഇന്ത്യൻ താത്ത ഇന്ത്യയിൽ മുഴുവൻ കറങ്ങിടക്കുകയാണ്. ഒരു പോലീസിനെ പിടിക്കാൻ പറ്റുന്നില്ല. ബോബി സിംഹ എന്ന് പറയുന്ന പോലീസുകാരൻ പുറകെ ഓടുകയാണ്. ഓട്ടം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരനോടുന്നു, ബാക്കിൽ നിന്നോടുന്നു. എല്ലാവരും ഒരു കോമഡി ക്യാരക്ടർ സെറ്റപ്പാണ്. പിന്നെ കുറെ കുടുംബ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. സൺ ടിവിയിലെ ഒരു കുടുംബ സീരിയൽ പോലും ഇതിനേക്കാൾ മനോഹരമായി കുടുംബരംഗങ്ങൾ ചിത്രീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളുടെ കവാലത്തടിക്കുന്ന അച്ഛൻ, മോളുടെ കവാലത്തടിക്കുന്ന അച്ഛൻ, മോളുടെ കവാലത്തടിക്കുന്ന അമ്മ, മകന്റെ ചേട്ടത്തടിക്കുന്ന അച്ഛൻ, മകന്റെ ചേട്ടത്തടിക്കുന്ന അമ്മ, മൊത്തത്തിൽ പിള്ളേരുടെ ചേട്ടത്തടിക്കുന്ന രക്ഷകർത്താക്കളാണ് മാറി 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 കാണിക്കുന്നത്. ഈ മക്കൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളുമാണ്. ഇവരെന്തിനാണ് ഈ കവാലത്തിലടിക്കുന്നതെന്ന് അറിയില്ല. തെറ്റ് ചെയ്യുന്ന രക്ഷകർത്താക്കളും നല്ലത് ചെയ്യുന്ന മക്കളുമാണ്. എന്നാൽ അടി മുഴുവൻ കിട്ടുന്ന മക്കൾക്കാണ്. അങ്ങനെയുള്ള രീതിയിലാണ് കഥ പോകുന്നത്. ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ പണക്കാരും മോശമായ രീതിയിൽ പൈസ സമ്പാദിച്ചവരാണ്. സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ലഞ്ചം കൊടുക്കണം. കോഴ കൊടുത്താലേ സർക്കാർ ജോലി കിട്ടൂ. പിന്നെ മക്കൾ എല്ലാം രക്ഷകർത്താക്കളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അപരാധമാണ്. രക്ഷകർത്താക്കൾ പറയുന്നത് കേട്ട് തന്നെ മക്കൾ ജീവിക്കണം. അവര് തെറ്റ് ചെയ്യും, മക്കൾ കണ്ടുകൊണ്ടിരിക്കണം.
ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പറയുന്നു. പിന്നെ അവർക്കിടയിൽ ഇന്ററാക്ഷൻ, ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് മോശമെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അയാളെ കല്ലെറിയുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടുന്നത് എന്ന് ഒന്നിനും ഒരു കാരണവും സാഹചര്യവും കാരണവും ഒന്നും നമുക്ക് ഒന്നും രജിസ്റ്റർ ആകുന്നില്ല. ഒരു സിനിമയെ അല്ല എന്ന് തന്നെ പറയാം. ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇന്ത്യന്റെ പോരെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഇന്ത്യൻ താത്ത തറയുന്നൊന്നുമല്ല. ഇന്ത്യൻ താത്ത എയറിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ അടിക്കുന്നത്. മറ്റേ ഗ്രാവിറ്റി ഇല്ലാത്ത നോൺ ഗ്രാവിറ്റി ഫീൽഡിലൊക്കെ നിന്നാണ് ഇപ്പോൾ അടി. എയറിൽ നിന്നൊക്കെയാണ് ഫൈറ്റ്. ആ രീതിയിലൊക്കെ ഇന്ത്യൻ താത്തയ്ക്ക് ഇപ്പൊ തറയിൽ നിൽക്കാനൊന്നും നേരമില്ല. ആ റേഞ്ചിലാണ് ഇന്ത്യൻ താത്തയ്ക്ക് ഇത്രത്തോളം ആഡംബരത്തിനുള്ള കാശ് എവിടെ നിന്നാണ്? ഇന്ത്യൻ താത്തയെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ താത്ത എല്ലാം ഒറ്റയ്ക്കാണ്. ഇന്ത്യൻ താത്തയെ പോലീസിന് പോലും പിടിക്കാൻ പറ്റില്ല. പോലീസിന്റെ മുമ്പിൽ നിന്നൊക്കെ ഠപ്പനെയാണ് രക്ഷപ്പെടുന്നത്. പോലീസിനൊക്കെ പേടിപ്പിച്ചിട്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കഥ മൊത്തത്തിൽ റൈറ്റിംഗ് മോശമാണ്. സുഭ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ റൈറ്റർ നമ്മളെ ശങ്കറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശങ്കറിന്റെ പല സിനിമകളും പവർഫുൾ ആവാൻ കാരണം സുഭയുടെ എഴുത്താണ്. സുഭ എന്ന് പോയോ അതോടുകൂടി ശങ്കറിന്റെ അധപ്പതനം തുടങ്ങി. 2.0 ചെറുതായിട്ട് തുടങ്ങി. ഇപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ 2 പൂർണ്ണമായും ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഇതിനൊരു 3-ാം ഭാഗം കൂടെ വരുന്നുണ്ട് 6 മാസത്തിനകത്ത് എന്നാണ് പറയുന്നത്. ശങ്കർ ഇതിന്റെ അവസാനത്തെ കുറെ രംഗങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തിലെ സീൻസ് ആണ് കാണിക്കുന്നത്. ഫ്രീഡം ഫൈറ്റ് കാണിക്കുന്നു. വീണ്ടും ഒരു ഇന്ത്യന്റെ അച്ഛന്റെ കഥയാണ് അതിൽ കാണിക്കുന്നത്. തുറന്നു പറയാം, ഗ്രാൻഡ് വർക്കായിരുന്നു. ആ സീൻസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ് ആയിരുന്നു, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കിനിയും ഇതുപോലെ ഈ സിനിമയുടെ അടുത്തൊരു ഭാഗം കാണാൻ താല്പര്യമില്ല. ഇതിൽ കഥയുമില്ല, ഒന്നുമില്ല. ഇതിൽ കഥയുമില്ല, നല്ല സംഭാഷണമില്ല, നല്ല സാഹചര്യങ്ങളില്ല, നല്ല സന്ദർഭങ്ങളില്ല, ഒന്നുമില്ല. ഇത് എൻഡ് ചെയ്യുന്ന പോർഷൻ പോലും വളരെ മോശമാണ്. ഏറ്റവും മസിൽ പിടിച്ച് നിൽക്കുന്നവർ ഇന്ത്യൻ താത്തയുടെ ഫൈറ്റ് ഒക്കെ അൺബിലീവബിൾ ആണ്. 100 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഇത് കൊള്ളാന്നുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, എല്ലാം അങ്ങനെ മോശമായിട്ട് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ വർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാമറ വർക്കാണ്. നല്ല രീതിയിലുള്ള ആംഗിളുകളും പൊസിഷനും മൂവ്മെന്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കിംഗ്, ഗ്രാൻഡ് മേക്കിംഗ് ആണ്. ഒരു സിറ്റിയുടെ നടുക്ക് ഒരു ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ ശങ്കർ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അവിടെ ആവശ്യമില്ലാത്ത VFX പ്രയോഗങ്ങളൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഗ്രാൻഡ് മേക്കിംഗ് ആണ്. സിറ്റിക്ക് നടുക്കൂടെയുള്ള ചേസുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫൈറ്റ് ആയാലും എല്ലാം കൊള്ളാം. മേക്കിംഗ് ഒക്കെയാണ്. പിന്നെ VFX എടുത്ത് പറയേണ്ട കാര്യമാണ്. VFX ഞെട്ടിക്കുന്ന രീതിയിലുള്ള VFX ആണ്. അതിൽ കാണുന്ന എന്താണ് VFX, എന്താണ് ഒറിജിനൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സൂപ്പർ VFX ആണ്. നമ്മളെ AI ഉപയോഗിച്ച് നെടുമുടി വേണുവിനെയും മരിച്ചുപോയ നെടുമുടി വേണുവിനെയും വിവേകിനെയും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് സീനിലാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് അല്ലാത്തത് എന്ന് പോലും അറിയില്ല. വിവേക് എല്ലാ സീനിലും, പല സീനുകളിലും വിവേകായിട്ട് തന്നെ നിൽപ്പുണ്ട്. അതേ ശബ്ദം. ഇതിലെവിടെയാണ് അദ്ദേഹത്തിനെ AI വെച്ച് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. നെടുമുടി വേണു ചില രംഗങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തു, എന്താണ് സംഭവം. പിന്നെ ആരും അഭിനയിച്ച് കുളമാക്കിയിട്ടില്ല. സിദ്ധാർത്ഥൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസനും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് വളരെ മോശം. എല്ലാ തരത്തിലും മോശമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ക്യാരക്ടേഴ്സ് ഒക്കെ കോമഡി ആയിട്ട്, ആ ഒരു പല ഭാഗത്തും കോമഡി. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു ഫാമിലി പടമാണോ, ഇതൊരു പാട്രിയോട്ടിക് ഫിലിമാണോ, ഇതൊരു പൊളിറ്റിക്കൽ ഫിലിമാണോ, എങ്ങനെ നോക്കിയാലും പൂർണ്ണമായും ഈ ഒരു കാര്യത്തിലും ആ സിനിമ മികച്ചു നിൽക്കുന്നില്ല. പിന്നെ തൊഴുത് പറയാൻ ഒരാളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ അനിരുദ്ധ് എന്ന് പറയുന്ന മഹാനായ മ്യൂസിക് ഡയറക്ടറുണ്ട്. 2 പാട്ടേ സിനിമയ്ക്കകത്തുള്ളൂ. നമ്മളെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ നീലോർപ്പം എന്ന് പറയുന്ന പാട്ട് ഇത് സിനിമയ്ക്കകത്തില്ല. ഒരു മെലഡി ആയിരുന്നു, നല്ലൊരു മെലഡി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു, വന്നില്ല. പിന്നെ പാലമോ പാറയോ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്. അതും നല്ലൊരു പാട്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ അതും ഈ സിനിമയ്ക്കകത്തില്ല. ലാസ്റ്റ് ടൈറ്റിലാണ് ഇത് വരുന്നത്. പാട്ട് മാത്രമേ ഉള്ളൂ, സീനൊന്നും കാണാനില്ല. അത് ബൊളീവിയയിൽ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത പാർട്ടിലായിരിക്കും വരുന്നത്. സെക്കൻഡ് ലിറിക്കൽ വീഡിയോ എന്ന് പറഞ്ഞാൽ അതും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും സിനിമയ്ക്കകത്തില്ല. വന്ന 2 പാട്ട് എന്റെ തല പൊട്ടിയില്ലെന്നേ ഉള്ളൂ. എന്റെ തല പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആ പാട്ട് തീർന്നു. അരോചകം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വൃത്തികെട്ട ഒരു മ്യൂസിക് ഞാൻ കണ്ടിട്ടില്ല. ഈ കൈ കിട്ടുന്ന എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ഒരുമിച്ചെടുത്തിട്ട് ബഹളം പോലെ അടിച്ച് ബഹളം ഉണ്ടാക്കി തല പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പോസിഷനാണ് ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. എന്റെ അനിരുദ്ധേ, മനുഷ്യനെ തിയേറ്ററിന്റെ അകത്ത് ഇരിക്കണം. ഞാൻ മുമ്പ് 1-2 പടങ്ങൾ ഇതുപോലെ അസഹനീയമായി എനിക്ക് മാറിയിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയുന്നില്ല. കുറെ പാട്ടുകളൊക്കെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് കഴിവുണ്ട് എന്ന് എനിക്കറിയാം. താങ്കൾ നല്ല നല്ല പാട്ടുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അതിലെ 2 പാട്ടുകളുടെയും എന്താണ് ബഹളം. അത് മേക്കിംഗ് മാരകമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പാട്ടുകളുടെ മേക്കിംഗ് എക്സ്ട്രാ ഓർഡിനറി. പക്ഷെ ഇദ്ദേഹത്തിന്റെ മ്യൂസിക്
എനിക്ക് തലതെരിപ്പ് വന്നു എന്ന് തന്നെ പറയാം. ഇറിറ്റേറ്റിംഗ്, ഭയങ്കരമായ ഇറിറ്റേഷൻ ആയിരുന്നു. ആ രീതിയിലാണ് ഞാൻ ആ പാട്ട്, എന്റെ മണ്ട പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആ പാട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടി തന്നെ തിയേറ്ററിൽ. അത്ര മനോഹരമായ മ്യൂസിക്കൽ കമ്പോസിഷനാണ് നമ്മൾ അനിരുദ്ധ് ചെയ്തിരിക്കുന്നത്. പിന്നെ BGM കൊള്ളാം, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, കൊള്ളാം. പിന്നെ എന്റെ IMAX എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫ്രെയിമിലൊന്നും എനിക്കൊരു വ്യത്യാസവും തോന്നില്ല. നോർമൽ സ്കോപ്പ് സ്ക്രീനിൽ തന്നെ ആയിരുന്നു, എങ്കിൽ പോലും ക്വാളിറ്റി അപാരമായിരുന്നു. സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു. നല്ല കളറിങ്ങും നല്ല പ്ലച്ചനായിരുന്നു പടം. സൗണ്ടും അടിപൊളിയായിരുന്നു. സൗണ്ട് പാട്ടൊഴികെ, പാട്ട് വന്നപ്പോൾ സൗണ്ട് ലൗഡായി, ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അല്ലാത്ത പക്ഷം BGM സറൗണ്ട് ഒക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടി. അതിലൊക്കെ ഓക്കെയാണ്. ടെക്നിക്കലി പടം പക്കയാണ്. പക്ഷെ ടെക്നിക്കൽ മാത്രമായാൽ സിനിമയാകില്ല. ശങ്കർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പഠിപ്പിക്കുന്നൊന്നുമല്ല, എങ്കിലും പറയണേ. റൈറ്റിംഗ് സെക്ഷൻ വീക്ക് ആണെങ്കിൽ, സ്ക്രീൻ പ്ലേ സെക്ഷൻ വീക്ക് ആണെങ്കിൽ, തിരക്കഥ മോശമാണെങ്കിൽ, എന്തൊക്കെ ചെയ്താലും ഒരു സിനിമ പൊങ്ങി വരില്ല എന്നുള്ളത് ഏതൊരു സംവിധായകനും, നമ്മളെല്ലാവർക്കും അതാണ് സംഭവിക്കുന്നത്. സിനിമ ഇഷ്ടപ്പെടാൻ കാരണം തിരക്കഥ തന്നെയാണ്. അത് മോശമാണെങ്കിൽ ഒരിക്കലും നമ്മളെ അതിന് പിടിച്ചിരുത്താൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ വേറൊരു സിനിമയും കൂടെ കണ്ടു. അത് ഈ സിനിമ തന്ന ദുഃഖത്തിനെ അതിജീവിച്ചുകൊണ്ട് 10 ഇരട്ടി ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ. അതിന്റെ റിവ്യൂ ഉടനെ വരുന്നുണ്ടായിരിക്കും. നാളെ ഞാൻ അതിന്റെ റിവ്യൂ ഇടാം. അത് ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. അപ്പോ ഇതാണ് ഇന്ത്യൻ 2. എനിക്ക് ശങ്കർ, കമൽഹാസൻ, ലൈക്ക പ്രൊഡക്ഷൻസ്, അനിരുദ്ധ്, ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളുടെ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ 2024 എന്നുള്ള വർഷം ആണ് ഈ സിനിമ കാണുന്നത് എന്ന ഒരു കാര്യം കൂടെ പരിഗണിച്ചാൽ ഇന്ത്യൻ 2 എനിക്ക് പൂർണ്ണമായും ഒരു ആവറേജ്, ഒരു ശരാശരി അല്ലെങ്കിൽ ബിലോ ആവറേജ് ക്വാളിറ്റി മാത്രമുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്.